വി.ഡി. സതീശൻ സർക്കാരാകട്ടെ ശരവേഗം മുന്നേറുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി തന്നെ നടപ്പിലാക്കിക്കൊണ്ട് വിശ്വാസം കാത്തുസൂക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്ന പ്രിയദർശിനി പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയതിന് പിന്നാലെ തന്നെ മറ്റൊരു സുപ്രധാന വാഗ്ദാനം കൂടി അക്ഷരം പ്രതി യാഥാർത്ഥ്യമാക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായി തന്നെ 10 കോടി രൂപ അനുവദിക്കുമെന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 10 വർഷത്തെ പിണറായി ഭരണകാലത്ത് പോലും പ്രഖ്യാപിക്കപ്പെട്ട പല വാഗ്ദാനങ്ങളും അതിന്നും വാഗ്ദാനങ്ങളായി തന്നെ മാറുകയും അതൊന്നും പൂർത്തീകരിക്കാതെ തന്നെ കിടക്കുന്നു എന്ന വിമർശനങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ വ്യത്യസ്തമായ ഒരു മാതൃക മുന്നോട്ട് വയ്ക്കുന്നത്. ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, ഇവിടെ 10 വർഷക്കാലത്തെ ഭരണത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭരണം തന്നെയാണ് വി.ഡി. സതീശൻ കാഴ്ചവെക്കുന്നതും. അതുപോലെ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കുമ്പോൾ സാമ്പത്തികവും ഭരണപരവുമായ നിരവധി വെല്ലുവിളികൾ ഒരുപാട് ഉയർന്നിരുന്നു. പദ്ധതിയുടെ പ്രായോഗികതയെ ചോദ്യം ചെയ്തവരും അവിടെ കുറവായിരുന്നില്ല. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി തന്നെ ആയിരക്കണക്കിന് സ്ത്രീകളുടെ ജീവിതത്തിൽ അത് വലിയൊരു ആശ്വാസകരമായി തന്നെ മാറുകയും ചെയ്തു. ദിവസേന തന്നെ ബസ് യാത്രയ്ക്കായി ചിലവാക്കുന്ന തുക അത് ലാഭിച്ചുകൊണ്ട് കുടുംബത്തിന്റെ മറ്റ് ആവശ്യങ്ങൾക്കായി തന്നെ മാറ്റിവെക്കാൻ തങ്ങൾക്ക് കഴിയുന്നതായി തന്നെ നിരവധി സ്ത്രീകൾ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. പലർക്കും അത് സാമ്പത്തിക സഹായം മാത്രമല്ല ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും സമ്മാനിച്ച പദ്ധതിയായിരുന്നു എന്നതാണ് ഇതിനോടായി തന്നെ പ്രതികരിച്ച സ്ത്രീകൾ പോലും വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ അതേ രീതിയിൽ തന്നെ സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വലിയ കൈത്താങ്ങാൻ ഒരുങ്ങുകയാണ് ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഒരു കുടുംബത്തെ സാമ്പത്തികമായി തന്നെ തകർക്കാൻ പോലും ശേഷിയുള്ള ചികിത്സാ ചിലവുകൾ ഇന്ന് സാധാരണ ജനങ്ങൾക്ക് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്നതാണ്. അത്തരം സാഹചര്യത്തിൽ ഗുണമേന്മയുള്ള ചികിത്സാ സാമ്പത്തിക ബാധ്യതകളെ എല്ലാം ലഭ്യമാക്കുക എന്നതാണ് ഈ ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നത്. ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് തന്നെ സ്പർശിക്കുന്ന ക്ഷേമ പദ്ധതിക്ക് മുൻഗണന നൽകിക്കൊണ്ട് തന്നെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി തന്നെ യാഥാർത്ഥ്യമാക്കുകയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ എന്നതാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. അതേപോലെ തന്നെ ചില രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ വെറും പ്രഖ്യാപനങ്ങൾ മാത്രമായി തന്നെ അവശേഷിപ്പിക്കാതെ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുമായി തന്നെ മാറുമ്പോഴാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിജയം ഇവിടെ സാധ്യമാകുന്നത് എന്ന് തെളിയിക്കുകയാണ് വി.ഡി. സതീശൻ സർക്കാർ. പ്രിയദർശിനിക്ക് ശേഷം ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് എന്നതാണ് ഇവിടെ എല്ലാവരും പ്രതീക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്നത്. അതേസമയം അപ്രതീക്ഷിതമായ ചികിത്സാ ചിലവുകൾ പല കുടുംബങ്ങളിലും വലിയ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഈ ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനും എല്ലാം കൂടി തന്നെ കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ വീതം ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ തന്നെ നടപ്പാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചിലവുകൾക്കായി തന്നെ 10 കോടി രൂപ വകവരുത്തും എന്നതാണ് ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആകട്ടെ ഈ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് UDF ഉയർത്തിയ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ പദ്ധതിയായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെ നടപ്പിലാക്കിയ കാരുണ്യ പദ്ധതി. ഇതിന്റെ ഒരു സ്മരണകളുടെ ഭാഗമായാണ് പുതിയ പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചയായിരുന്ന പദ്ധതിയാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് ഈ പദ്ധതി വളരെയധികം സഹായകരമാകുമെന്ന ഒരു വിലയിരുത്തൽ പോലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.